ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്കൊക്കെ ശേഷം ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഒരു ദിവസം എൻ്റെ അധ്യാപകനെ, എൻ്റെ ആശാനെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ എന്നെ നോക്കി എൻ്റെ ആശാൻ ചിരിയോടെ ചിരി. ടീച്ചറേ എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മനുഷ്യൻ ചിരിക്കുവോ എന്ന് വെച്ച് കുറേ നേരം ഞാൻ കൗതുകത്തോടെ അത് ആസ്വദിച്ച് നിന്നു. പക്ഷെ പിന്നെയും ചിരി നിർത്താത്തപ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്, ഒരാൾ മുമ്പിൽ നിന്ന് കുടഞ്ഞങ്ങ് പറഞ്ഞ് ചിരിച്ചാൽ കാര്യമൊന്നും അറിയില്ലെങ്കിലും നമ്മളും അങ്ങ് ചിരിക്കും. ചില നേരം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചോദിക്കുക എന്താണ് സംഭവം എന്ന്. അമ്മ അതിന് ഞാൻ അവസാനം ആശാനെ എന്നെ പറ്റി എന്ന് പറഞ്ഞപ്പോഴാണ്, ടീച്ചറെ, ടീച്ചറിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ അന്നത്തെ ഒരാൾ, ആ സാറ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. ആ സാർ എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഫോണാണ് ആശാനെ, ഞാൻ കടവന്ത്ര നിൽക്കുന്നു. ഫോണതാണ്. അപ്പം കടവന്ത്ര എറണാകുളം നിവാസികൾക്കറിയാം, ഇവിടുത്തെ ഒരു പ്രദേശമാണ്. അപ്പം ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു, കടവന്ത്ര എന്ന് തന്നെയല്ലേ പറഞ്ഞത്, കുതിരവട്ടം എന്നൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ എത്ര ചിരിക്കുന്നതെന്ന് വിചാരിച്ചു. ബാക്കി ആശാൻ ഇങ്ങനെയാ പറഞ്ഞു പോയത്, കടവന്ത്ര നിൽക്കുന്നു ആശാനെ, ഞാനിപ്പോൾ ഫസ്റ്റ് ഇടണോ സെക്കൻഡ് ഇടണോ? ചോദ്യം ഇതാണ്. ഈ ചോദ്യം കേട്ട് എനിക്ക് ചിരി വന്നില്ല, എനിക്ക് കരച്ചിലും വന്നില്ല, ഞാനിങ്ങനെ അന്താളിച്ചു പോയി. കാരണം നോക്കൂ, ഫസ്റ്റ് ഇടേണ്ടത് ഇങ്ങനെയാണ്, സെക്കൻഡ് ഇങ്ങനെയാണ് പോകേണ്ടത്, തേർഡ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആശാൻ എന്നോട് ചിരിയുടെ ഇടയിലൂടെ പറയുന്നു, എൻ്റെ പൊന്നു ടീച്ചറെ, ആ വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ വണ്ടി മറ്റേതെങ്കിലും വണ്ടി ഇടിച്ചു നിൽക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ വണ്ടി കയറ്റത്തിലാണോ ഇറക്കത്തിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ വണ്ടി ഇപ്പോൾ ഓടുന്നത് ഏത് ഗിയറിലാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളെ ഈ വനിതാ യോഗങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യോഗങ്ങളിലോ വിളിച്ചിട്ട് ഞങ്ങൾ അധ്യാപകർ സ്ഥിരം ഈ തട്ടേ കയറും. നമുക്ക് ഇത് കട്ടി ഭയങ്കരമായതുകൊണ്ട് എന്തോട്ടിൽ കയറ്റിയാലും പിന്നെ നാവിനും എന്താ പറയുക, സരസ്വതി കയറി ഇരിക്കുന്നുണ്ട്, എന്തേലുമൊക്കെ പറഞ്ഞോളും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങ് തട്ടേ കയറ്റിയിട്ട് ടീച്ചറെ അങ്ങ് ഉപദേശിച്ചേക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ദുഃഖം പറഞ്ഞത് ഈ കടുകുമണികളെ പിടിച്ച് മുമ്പിൽ എടുത്തിട്ട് ഉപദേശിച്ചോ എന്ന് പറയുമ്പോഴാണ്. അവറ്റകളുടെ കണ്ണിൻ്റെ എന്താ പറഞ്ഞാൽ മിന്നാമിന്നി വെട്ടമുണ്ടല്ലോ, നല്ല തിളങ്ങുന്ന ആ തിളക്കം നമ്മുടെ ഭാഷണം കൊണ്ട് കുറയരുത് എന്നൊക്കെ തന്നെ പേടിച്ച് ഞാൻ ഇവരുടെ തലത്തിലേക്ക് മാറാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. എന്നാലും പറയേണ്ട ചില കാര്യങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. നിങ്ങളോടെല്ലാം മുൻകൂറായി ഞാനൊരു ജാമ്യം എടുക്കുകയാണ്, നിങ്ങളുടെയൊക്കെ വണ്ടികൾ ഇടിച്ച് നിൽക്കുവാണോ എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളുടെ എല്ലാം വണ്ടികൾ ഇപ്പം കയറ്റത്തിലാണോ ഇറക്കത്തിലാണോ എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ വണ്ടിയിൽ ആവശ്യത്തിന് പെട്രോൾ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ നമുക്ക് ശക്തരാകാം എന്ന് ഞാനൊന്ന് ജനറലായി ഫസ്റ്റ് ഇങ്ങനെയാണ് ഇടേണ്ടത്, സെക്കൻഡ് ഇങ്ങനെ ആകാം എന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞു പോകും എന്ന് മാത്രമേ ഉള്ളൂ. ഉചിതമായി കോമൺ സെൻസ് ഉപയോഗിച്ച് അവരവരുടെ ജീവിതം ജീവിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ ഒരാൾ പറഞ്ഞു തരുന്നത് മറ്റൊരാൾക്ക് ഓക്കെ ആവില്ല. ഇനി നമ്മളത് പറഞ്ഞു പഠിച്ച് അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നാൽ വേറൊരു സാഹചര്യത്തിലും ഓക്കെ ആവില്ല. കാരണം മനുഷ്യനെ പോലെ ഇത്രമാത്രം സങ്കീർണമായ വേറൊരവസ്ഥയില്ല, വേറൊരു വ്യക്തിത്വവുമില്ല. അത് ആണിനും പെണ്ണിനും വ്യത്യാസമില്ല. നമ്മളെല്ലാവരും നേരത്തെ പലരും ഇവിടെ പ്രതിപാദിച്ചതുപോലെ എങ്ങനെയാണ് ലോകം മാർച്ച് 8 എന്ന് പറയുന്ന ഒരു ദിവസം പെണ്ണിൻ്റെ ദിനം എന്ന് പറഞ്ഞ് ആഘോഷപൂർവ്വം കൊണ്ടാടിയത്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ പറഞ്ഞുവെങ്കിലും ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ഒരു ആഘോഷവുമായി ചേർത്തു വെക്കുന്ന ഒരു ചിന്താധാര ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. ചില ദിവസം എൻ്റെ മകൾ, എനിക്ക് 3 പെൺമക്കളാണ്, ആ കഥ ഇനി പറയേണ്ടതുണ്ട്. അപ്പോൾ അവൾ ദൂരെ താമസിക്കുന്ന മൂത്തയാൾ ഫോൺ വിളിച്ച എൻ്റെ ഹസ്ബൻഡിനോട് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അന്താളിച്ചത്. പിന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ വയസ്സായ അച്ഛനെ വിളിച്ചു, നീ അങ്ങനെ വിട്ടുപോകരുതല്ലോ. അപ്പോൾ ഫാദേഴ്സ് ഡേ, മെൻസ് ഡേ, വിമൻസ് ഡേ, ഇത് വിമൻസ് നേരത്തെയുണ്ട് എങ്കിലും എല്ലാത്തിനും ഒരു പേര്, ഫ്രണ്ട്സ് ഡേ, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ നാം ഓർക്കേണ്ടതൊന്നുണ്ട്, 365 ദിവസവും പെണ്ണിൻ്റെ ദിവസം തന്നെയാണ്. അതിൽ ഓരോ സെക്കൻഡും നമ്മളുടെ ദിവസം തന്നെയാണ്, നമ്മൾ അതിനകത്തുണ്ട്. ഇത് പെണ്ണിൻ്റെ മാത്രം ദിവസമല്ല, ഇത് ആണിൻ്റെയും ദിവസമാണ്, ഇത് കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയും എല്ലാവരുടെയും പ്രകൃതിയുടെയും ഒക്കെ ദിവസം തന്നെയാണ്. പക്ഷേ ഒന്ന് ഓർത്തെടുക്കണമല്ലോ, ഒരു ദിവസം വിട്ടുപോകരുതല്ലോ എന്നോർത്തിട്ടാവാം അമ്മയ്ക്കൊരു ദിവസവും അച്ഛനൊരു ദിവസവും പെണ്ണിനൊരു ദിവസവും ഒക്കെ തരുന്നത്. അപ്പം ആ ദിവസം ഇത്ര പുഷ്കലമായിട്ടുള്ള അർത്ഥത്തോടുകൂടി ഒത്തുചേരാൻ നമുക്ക് സാധിക്കുകയും നിങ്ങളെ അഭിസംബോധന ചെയ്യുകയും നമ്മളുടെ 2 കൂട്ടരുടെയും കുറേ സങ്കടങ്ങൾക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്കതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതെന്ന് ചിന്തിക്കാനും ഈ ദിവസം നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ക്വീൻസ് ആയി തന്നെ മാറുകയാണ്.
അതിന് ലിംഗവ്യത്യാസങ്ങളില്ല, ക്വീൻസ് തന്നെയാണ്. ക്വീൻ എന്ന് പറയുന്നത് ഭരണാധിപൻ എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ്, എല്ലാം നോക്കി നടത്തുന്ന ആൾ എന്ന അർത്ഥത്തിലുമാണ്, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആൾ എന്ന അർത്ഥത്തിലുമാണ്. ജീവിതം സുന്ദരമാകാൻ ഒറ്റ കാര്യമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, അത് ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ